ഈ ഒരു വീഡിയോയിൽ നമ്മൾ 4 അപ്ഡേറ്റുകളാണ് കവർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു അപ്ഡേറ്റ് പോലും ഈ ഒരു വീഡിയോയിൽ നിന്ന് മിസ്സാകാൻ പാടില്ല. എന്തായാലും അപ്ഡേറ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നൗഫലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. നൗഫലിനെ എല്ലാവർക്കും അറിയായിരിക്കും. അതായത് നമ്മുടെ കേരളം അവസാനമായിട്ട് സന്തോഷ് ട്രോഫി വിജയിച്ച ടീമിലെ അംഗമാണ് അദ്ദേഹം. അന്നത്തെ ആ ഒരു ഫൈനലിൽ ഒരു വിന്നിംഗ് പാസ് നൽകിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്തായാലും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൂലായിട്ട് എല്ലാവർക്കും അറിയാവുന്നത് ഗോകുലം കേരള FC വെച്ചായിരിക്കും. ഗോകുലം കേരള FCയുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ മുംബൈ സിറ്റി FC സൈൻ ചെയ്തിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത് അദ്ദേഹം വളരെ മികച്ചൊരു വിങ്ങറാണ്. കഴിഞ്ഞ സീസണിൽ ഗോകുലം കേരള FCക്ക് വേണ്ടി വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിൽ, അതായത് സന്തോഷ് ട്രോഫി ടീമിൽ കളിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. സത്യം പറഞ്ഞ ഒരു യങ് പ്ലെയറാണ്. എന്തുകൊണ്ട് മുംബൈ സിറ്റി FCക്ക് വലിയൊരു അസറ്റ് തന്നെയാണ്. അതായത് സന്തോഷ് ട്രോഫിയിൽ അദ്ദേഹത്തിന് മികച്ച പെർഫോമൻസ് ആണ്. ഞാൻ വിചാരിച്ചു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും അദ്ദേഹത്തെ ഒന്ന് സൈൻ ചെയ്തിരുന്നെങ്കിലോ എന്ന്. ബട്ട് നമ്മുടെ തന്നെ ക്ലബ്ബായ ഗോകുലം കേരള FC അദ്ദേഹത്തെ സൈൻ ചെയ്തു. അത് എന്തായാലും ഒരു നല്ല കാര്യം തന്നെയായിരുന്നു. ബട്ട് ഇപ്പോൾ മുംബൈ സിറ്റി FC സൈൻ ചെയ്തിരിക്കുന്നു. സോ അദ്ദേഹം അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. ബട്ട് മുംബൈ സിറ്റി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ലബ്ബാണ്. സോ ആ ഒരു കൂടുമാറ്റം എങ്ങനെയിരിക്കും, അതിൻ്റെ ഭാവി എന്താകും എന്ന് നമുക്ക് അടുത്ത സീസണിൽ കണ്ടറിയാം. എന്തായാലും അദ്ദേഹം വലിയൊരു ക്ലബ്ബിലേക്കാണ് പോയിരിക്കുന്നത്. എന്തായാലും ആ ഒരു ക്ലബ്ബിൻ്റെ സിസ്റ്റം ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും അദ്ദേഹം കളിച്ച് ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദിമിത്രോസ് ഡയമൻഡോക്കോസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് ദിമിത്രോസ് ഡയമൻഡോക്കോസുമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇപ്പോൾ ചർച്ചയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് കുറേ എക്സ് അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം അവർ നോക്കാൻ പോകുന്നത് അതിലും വലിയ താരങ്ങളെയാണ്. ജെയ്മി മക്ലാരൻ അതുപോലുള്ള താരങ്ങളെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ദിമിത്രോസിനെ അവർ സൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ജേസൺ കമ്മിൻസ് ഉണ്ട്, സദിക്കുമുണ്ട്. സോ അതുപോലെ തന്നെ വീണ്ടും ഒരു ദിമിത്രോസ് ഡയമൻഡോക്കോസിനെ സൈൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മറ്റാരെങ്കിലും ആയിരിക്കും സൈൻ ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ദിമിത്രോസ് ഡയമൻഡോക്കോസ് ആ ഒരു റൂമർ എനിക്ക് ഒട്ടും അങ്ങോട്ട് എന്താ പറയുക മാച്ച് ചെയ്യാൻ പറ്റും. എന്തായാലും അദ്ദേഹം ഇന്ത്യയിൽ തുടരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം യൂറോപ്പിലേക്ക് തന്നെ തിരിച്ചു പോകാനായിരിക്കും സാധ്യതകൾ കൂടുതൽ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫിഫ ഫുട്സാൽ വേൾഡ് റാങ്കിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ അവസ്ഥയാണ് രസകരമെന്ന് പറയുന്നത്. ഇന്ത്യ 135-ാം സ്ഥാനത്താണ്. അതായത് 140 ടീമുകളേ ഉള്ളൂ ഈ ഒരു ഫുട്സാൽ റാങ്കിങ്ങിൽ വരുന്നത്, ആ പട്ടികയിൽ വരുന്നത്. അതിൽ 135-ാം സ്ഥാനം. ഇത് ഏറ്റവും അവസാന സ്ഥാനത്ത് നിന്ന് 5ാമത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വളരെ മോശമൊരവസ്ഥയാണ് ഇന്ത്യൻ ഫുട്സാൽ ടീമിൻ്റെയും നാഷണൽ ടീമിൻ്റെ കൂട്ടാൻ ഒരു സെയിം അവസ്ഥ തന്നെയാണ്. എന്തായാലും വലിയൊരു റിക്രിയേഷൻ തന്നെ വേണ്ടി വരും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ബിഗ് അപ്ഡേറ്റ് ആണ്. 102-ന്റെ നാഷണൽ ടീം ഡിഫൻഡറായ ബ്രയാൻ കൾടെക്കിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സൈൻ ചെയ്യാൻ നോക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ജേസൺ കമ്മിൻസിനോട് സെൻട്രൽ കോസ്റ്റ് മറീനേഴ്സിൽ കളിച്ച താരമാണ്. അന്ന് ജേസൺ കമ്മിൻസിനെ സൈൻ ചെയ്തപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷേ ഇനിയും 2 വർഷത്തെയും കൂടെ കോൺട്രാക്റ്റ് ബ്രയാൻ കൾടെക്കിന് സെൻട്രൽ കോസ്റ്റ് മറീനേഴ്സുമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൈൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും സെൻട്രൽ കോസ്റ്റ് മറീനേഴ്സുമായിട്ട് 1 ഇയർ കോൺട്രാക്റ്റ് കൂടി ബാക്കി നിൽപ്പുണ്ട്. എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സൈൻ ചെയ്യണമെങ്കിൽ 1 വർഷത്തെ ട്രാൻസ്ഫർ ഫീ കൂടി കൊടുത്തിട്ട് വേണം സൈൻ ചെയ്യാൻ. സോ നമുക്കറിയാം മണി ടീമാണ് മുംബൈ സിറ്റിയും അതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഒക്കെ. അതൊന്നും അവർക്ക് അത്ര വലിയ വിഷയമില്ല. അവർ ട്രാൻസ്ഫർ ഫീയോ എന്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ സൈൻ ചെയ്തുകൊണ്ട് വരും. എന്തായാലും മിക്കവാറും ബ്രയൻ കൾടെക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് വരുമ്പോൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഹെക്ടർ യുസ്റ്റേം ബ്രാൻഡൻ ഹാമിലും ഒക്കെ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. സോ ആ ഒരു നിരയിലേക്ക് അദ്ദേഹം വരാനുള്ള, അതായത് ബ്രയൻ കൾടെക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്.